2 ബാങ്കിൽ നിന്ന് പിരിച്ച പണം അക്കൗണ്ടിലില്ല. ബാങ്കിൻ്റെ പേര് തന്നെ പറയാം. ഒന്ന് കുന്നരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പിരിച്ച ഫണ്ട്, 2 പെരളം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പിരിച്ച ഫണ്ട്. ഇത് രണ്ടും അക്കൗണ്ടിൽ അടച്ചിട്ടില്ല. അന്ന് ഏരിയ സെക്രട്ടറി ടി.ഐ. മധുസൂദനാണ്. ടി.ഐ. മധുസൂദൻ്റെ പേര് കുറേ തവണ രാജേഷ് പറഞ്ഞുവല്ലോ. ഈ ഫണ്ട് വാങ്ങിയെടുക്കാൻ ഉത്തരവാദിത്വം ഏരിയ സെക്രട്ടറിക്കാണ്. ഇത് ലഭിക്കുന്നില്ലെങ്കിൽ ഈ 2 സ്ഥാപനത്തിൽ നിന്ന് ഫണ്ട് ലഭിച്ചില്ല എന്ന് ഏരിയ കമ്മിറ്റിയിൽ പറഞ്ഞ് ആ ഫണ്ട് വാങ്ങാൻ ആളുകളെ ചുമതലപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും ഏരിയ സെക്രട്ടറിക്കാണ്. ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റിയിൽ ഈ 2 സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് വന്നിട്ടില്ല എന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഈ 2 സ്ഥാപനം കേഷായി കൊടുത്തിട്ടുണ്ടാകും. കേഷായി കൊടുക്കുന്നത് ഏരിയ സെക്രട്ടറിയുടെ കയ്യിലാണ്. അന്ന് ഏരിയ സെക്രട്ടറി ടി.ഐ. മധുസൂദനാണ്. ആ പണം അക്കൗണ്ടിൽ അടച്ചിട്ടില്ല. അക്കൗണ്ടിൽ അടച്ചില്ല എന്നുള്ളത് കൊണ്ട് വരവിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തേ കിട്ടാതിരുന്നത്, എന്തേ അക്കൗണ്ടിൽ അടക്കാതിരുന്നത് എന്നത് ഏരിയ സെക്രട്ടറി വിശദീകരിക്കേണ്ട കാര്യമാണ്. അന്നത്തെ ഏരിയ സെക്രട്ടറി അത് ടി.ഐ. മധുസൂദനാണ്. അപ്പം രണ്ടാമത് അവതരിപ്പിച്ച കണക്കിൽ 64.5 ലക്ഷം രൂപ സഹകരണ ജീവനക്കാരുടെ ഫണ്ട് ഇനത്തിൽ വരവ് കാണിച്ചിട്ടുണ്ട്. വിചിത്രമായ ഒരു കാര്യം, ആദ്യം അവതരിപ്പിച്ച കണക്കിൽ നിന്ന് വ്യത്യസ്തമായി വരവ് കൂടിയപ്പോൾ ചെലവും കൂടി. അങ്ങനെ എവിടെയെങ്കിലും നടക്കുമോ? വരവ് കൂടുമ്പോൾ ചെലവ് കൂടും. യഥാർത്ഥത്തിൽ ചെലവായ സംഖ്യയല്ലേ ആദ്യത്തെ കണക്കിൽ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ കണക്കിൽ അവതരിപ്പിച്ചത് മാത്രമല്ല, 2017 ഏരിയ സമ്മേളനത്തിൽ അവതരിപ്പിച്ച കണക്കിൽ 2,39,40,000 രൂപ 30,000 രൂപ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് സമ്മേളന റിപ്പോർട്ടിൽ അച്ചടിച്ച് പ്രതിനിധികളുടെ കയ്യിൽ കൊടുത്ത കണക്കാണ്. ആദ്യ കണക്കിലും അതേ സംഖ്യയാണ് ചെലവ്. രണ്ടാമത്തെ കണക്ക് വന്നപ്പോൾ അത് 2,40,00,000 70,000 കൂടി. എങ്ങനെ 70,000 കൂടുതൽ? സംഖ്യ എത്ര എന്നുള്ളതല്ല, സമ്മേളന റിപ്പോർട്ടിലെ ചെലവ് അതേ ചെലവ് തന്നെയാണ് ഒന്നാം വട്ട കണക്ക് അവതരിപ്പിക്കുമ്പോൾ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. പക്ഷേ രണ്ടാം വട്ട കണക്ക് ഈ വരവ് കൂടിയപ്പോൾ ഈ 2,39,30 എന്ന് പറയുന്നത് 2,40,000 2,40,00,000 70,000 റുപ്യ അടക്കൂട്ടി. ചെലവിൽ പല ഇനങ്ങളും പുതുതായി കൂട്ടിച്ചേർത്തു. 2017 ജനുവരിയിലാണ് ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം കേരളത്തിലെ മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. 2017 ജനുവരിയിൽ. 2017 ഡിസംബർ 8, 9 തീയതികളിലാണ് ഏരിയ സമ്മേളനം കരിവള്ളൂരിൽ വെച്ച് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ 11 മാസം കഴിഞ്ഞിട്ട്. ഈ ഓഫീസ് നിർമ്മാണത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം പ്രവർത്തനം നടത്താൻ ഒന്നും ബാക്കിയില്ല. ഈ രണ്ടാം ഘട്ട കണക്ക് അവതരിപ്പിക്കുമ്പോൾ മാർബിൾ വാങ്ങിയതിന് 8 ലക്ഷം പുതിയ കണക്ക് വരികയാണ്, പുതിയ ചെലവിനങ്ങൾ വരികയാണ്. മാർബിൾ വാങ്ങിയതിന് 8 ലക്ഷം, കരിങ്കല്ല് വാങ്ങിയതിന് 1.5 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് വിവിധ ഇനങ്ങളിലായി ചെലവ് കൂടി. അപ്പോൾ ഓഡിറ്റർമാർ നിശ്ചയിച്ച കാര്യം രാജേഷ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റ കണക്കിൻ്റെ ഓഡിറ്ററെ ആയിട്ടുള്ളൂ. അത് തെരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ അത് തീരുമാനിക്കുന്നത് മണ്ഡലം സെൻറ്ററാണ്. മറ്റ് 2 കണക്കിൻ്റെയും ഓഡിറ്റർ ഞാനല്ല. ഓഡിറ്റർമാരെ ഏരിയ കമ്മിറ്റി നിശ്ചയിച്ചു. പറഞ്ഞ പോലെ തന്നെ 3 പേരടങ്ങിയ ഓഡിറ്റർമാരെ നിശ്ചയിച്ചു. ഓഡിറ്റർമാരെ നിശ്ചയിച്ചാലും ഈ കണക്ക് സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടത് അന്നത്തെ ഏരിയ സെക്രട്ടറി എന്ന രീതിയിൽ ഞാനാണ്. ആര് തയ്യാറാക്കിയാലും സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടത് ഏരിയ സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ ആ കണക്ക് അവതരിപ്പിക്കണമെങ്കിൽ എനിക്ക് ആ കണക്കിനെ കുറിച്ച് വ്യക്തത വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ കണക്ക് കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്. ഓഡിറ്റർ എന്നുള്ള നിലയിലല്ല, ഏരിയ സെക്രട്ടറി എന്നുള്ള നിലയിൽ. അതിന് കൃത്യത എനിക്ക് വരുത്താനും സാധിച്ചിട്ടുണ്ട്.
ഓഡിറ്റർമാരുടെ മുമ്പിൽ പോയി ഈ ചെലവൊക്കെ പുതുതായി വന്നപ്പോൾ ഓഡിറ്റർമാർ പറഞ്ഞു ഈ ചെലവ് സംബന്ധിച്ച് പരിശോധിക്കണമെങ്കിൽ 2017 അംഗീകരിച്ച വൗച്ചർ വേണം. ഈ ചെലവ് 2017 കണക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കിയാലല്ലേ ഈ വൗച്ചറുകളെല്ലാം 2017 ജനുവരിക്ക് മുമ്പുള്ള തീയതിക്കുള്ളതാണ്. ജനുവരിയിലാണ് ഉദ്ഘാടനം. അപ്പോൾ ആ ഉദ്ഘാടനത്തിന് മുമ്പുള്ള തീയതിക്കുള്ള വൗച്ചറുകളാണ് ഇത് മുഴുവൻ. അപ്പോൾ ഇത് ഈ 2017 അംഗീകരിച്ച കണക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ അന്ന് അംഗീകരിച്ച വൗച്ചറുകൾ വേണം. അപ്പോൾ ഇത് കണക്ക് അവതരിപ്പിച്ച ടി വിശ്വനാഥൻ രേഖാമൂലം എഴുതി കൊടുത്തു, ഈ വൗച്ചറുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെടലാണ്. ആ എഴുതി കൊടുത്ത കടലാസ് കൃത്യമായി ഉണ്ട്, എവിടെ വേണമെങ്കിലും ഹാജരാക്കാൻ ഉണ്ട്.